ജാൻമണി എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഹൃദയത്തോട് ഒരുപാട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു സുഹൃത്താണ്. ഞാൻ ജാൻമണി ആദ്യമായി കാണുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഫോട്ടോഷൂട്ടിൻ്റെ സമയത്താണ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നൊരു ഫോട്ടോഷൂട്ടായിരുന്നു. അന്ന് എൻ്റെ മുഖത്ത് ചായം തേച്ചത് ജാൻമണിയാണ്. ആ ഒരു ഫോട്ടോഷൂട്ടിനെ കുറിച്ച് ജാൻമണിക്ക് വളരെ രസകരമായിട്ടുള്ളൊരു ഓർമ്മ സാറിനോടും പ്രേക്ഷകരോടും പങ്കുവയ്ക്കാനുണ്ടാവും. ഇപ്പം തന്നെ പങ്കുവെച്ച് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനുശേഷം ഹൗ ഓൾഡ് ആർ യു എന്ന സിനിമയിൽ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ദിവസം അന്നും എന്നോടൊപ്പം ഉണ്ടായിരുന്നത് ജാൻമണിയാണ്. ജാൻമണി ഡിസൈൻ ചെയ്ത ഒരു മാരത്തോൺ ആ ഒരു സീക്വൻസിലൊരു ലുക്ക് ഉണ്ടായിരുന്നു. അതെല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ലുക്കായിരുന്നു. അതിനുശേഷവും പല സിനിമകളിലും പല പരസ്യ ചിത്രങ്ങളിലും മറ്റ് ഫോട്ടോഷൂട്ടുകൾക്കുമൊക്കെ ഒരുപാട് നാൾ ഞാനും ജാൻമണിയും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ എപ്പോഴും എനിക്ക് എൻ്റെ ഒരു ഏറ്റവും അടുത്ത സുഹൃത്തായിട്ട് എല്ലാത്തിലും പോസിറ്റിവിറ്റി നമുക്ക് എല്ലാവർക്കും പകർന്നു തന്നുകൊണ്ട് എല്ലാത്തിലും സന്തോഷവും നന്മയും നർമ്മവും കാണാൻ എന്നെ ഒരുപാട് സ്വാധീനിച്ച ഒരു വ്യക്തിയാണ് ജാൻമണി. മഞ്ജു വേറെ സത്യമായിട്ട് ഞാൻ പറയാം. ആണോ? പക്ഷെ പണ്ട് അറിയില്ലായിരുന്നല്ലോ. അയ്യോ അങ്ങനെയല്ല, മഞ്ജു സുന്ദരി. പണ്ട് മഞ്ജുവിന് ജാൻമണി മേക്കപ്പ് ചെയ്ത് ആരാന്ന് ചോദിച്ചു. അയ്യോ ദൈവം എനിക്കറിയില്ല. ഞാൻ പുടിമ ചേച്ചി പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ, ഞാൻ അവിടെ പോയിട്ട് ഞാൻ അങ്ങനെ മേക്കപ്പ് ചെയ്യാനായിട്ട് ഒക്കെ പോയി. ഫോട്ടോഷൂട്ട് റിലീസായി. എനിക്ക് കാരണം ഞാൻ വന്ന് മാത്രം ഉടനെയാണ് മഞ്ജുവിനെ മേക്കപ്പ് ചെയ്തത്. അല്ലല്ല, കുറച്ച് ഒരു 2 വർഷം കഴിഞ്ഞിട്ട്. കാരണം വന്നിട്ട് ഞാൻ ലിച്ചി മാമിൻ്റെ പേരേഷൻ സാറിൻ്റെ വൈഫിൻ്റെ മേക്കപ്പ് ചെയ്തു. പിന്നെ എനിക്കറിയില്ല, ഞാൻ ചോദിച്ചിട്ടില്ല. പിന്നെ ഒരു ദിവസം ഉറങ്ങി, ആ ഫോട്ടോ മാഗസിൻ റിലീസായി സ്റ്റൈൽ. ഒരു ലേഡി വിളിച്ച് യു കെ നമ്പർ നോക്കിയിട്ട് ഞാൻ വിചാരിച്ച് അതെന്താണ് ഈ രാത്രി മോർണിംഗ് 4 o'clock വിളിച്ച് ചോദിച്ച് ആരെന്ന് ചോദിച്ചിട്ട് പറഞ്ഞ് അതാ ജാൻമണിയാണ് അങ്ങനെ പറഞ്ഞത്. ഞാൻ പറഞ്ഞു യെസ്, ഞാനൊരു കാര്യം പറഞ്ഞത്. യെസ് മാം പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ച എൻ്റെ വർക്കിൻ്റെ. പിന്നെ പറഞ്ഞ് മഞ്ജു വാര്യർ ആഫ്റ്റർ 14 years ഈസ് കമ്മിങ്, but I feel she is coming like after 2 days. Yeah. That's much beautiful and I hope you'll work. Then I told yeah ma'am, and you, what's your age? ഞാൻ പറഞ്ഞ എനിക്ക് 23 ആണ്. Then you have to call me grandmother. She's like biggest fan of Manju ചേച്ചി. Then അതാ കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചു, അയ്യോ ഞാൻ എന്താ പറഞ്ഞു. ഞാൻ പുളിമ ചേച്ചിക്ക് വിളിച്ച് മോർണിംഗ് 5 മണിക്ക് പുളിച്ച് 2 മണിത്തെ കാച്ചേന്. പിന്നെ ഞാൻ ചോദിച്ചു, പുണ്യമ ചേച്ചി മഞ്ജു ചേച്ചി പഴയ മൂവി ചെയ്യുന്നു. പുണ്യമ ചേച്ചി പറഞ്ഞ് നീ ഉറങ്ങിയിട്ടില്ല, എൻ്റെ ഉറങ്ങാൻ പോയി. എനിക്കറിയില്ല അത് ലേഡി സൂപ്പർ സ്റ്റാറാണ്. ഞാൻ പറഞ്ഞു അയ്യോ പുണ്യമ ചേച്ചി പറഞ്ഞു നീ എന്താ പറഞ്ഞ അതാ പറഞ്ഞ. ഞാൻ പറഞ്ഞു ഞാൻ ഒന്നും പറഞ്ഞില്ല. പക്ഷെ ആളെ മനസ്സിലായിട്ടില്ല. മനസ്സിലായിട്ടില്ല. അങ്ങനെ ഒരു പിന്നെ ഞാൻ മഞ്ജു ചേച്ചിക്ക് വിളിച്ചിട്ട്. പക്ഷെ മഞ്ജു ചേച്ചിയുടെ പോലെ ആൾക്കാർ കിട്ടുന്ന ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എത്ര സൈലൻറ്റ്, എത്ര സ്നേഹം. ഞാൻ മഞ്ജു ചേച്ചിയുടെ ഫേസിലേക്ക് ഞാൻ കുറച്ച് ടൈം പെട്ടെന്ന് ഒരേ ദിവസം ഭയങ്കര കോമഡിയാണ്. ഞാൻ തിരുവനന്തപുരത്തിലേക്ക് വന്നിട്ട് വീട്ടിലേക്ക് എത്തി ഒരു 3 മണിക്കായി. മഞ്ജു ചേച്ചി പറഞ്ഞ് 8 o'clock വീട്ടിലേക്ക് എത്തുന്ന മാത്രം മതി. ഞാൻ വിചാരിച്ചു ഒരേ മണിക്കൂർ ട്രാവലിംഗ് അല്ലേ, വീട്ടിലേക്ക് പോകണം. മഞ്ജു ചേച്ചിയുടെ അസിസ്റ്റൻറ്റ് വരും, നമ്മളെ പോവാം പറഞ്ഞിട്ട് ഞാൻ വന്നിട്ട് എല്ലാം ഉറങ്ങി. ഞാനും ഉറങ്ങിപ്പോയി. ഒരു മഞ്ജു ചേച്ചി അസിസ്റ്റൻറ്റ് വന്ന് ഒരു 5 മണിക്ക് വന്നിട്ട് ഞാൻ ഇപ്പോൾ ടൈം കൊണ്ട് ഉറങ്ങി കുളിച്ചു. പറഞ്ഞിട്ട് ഉറങ്ങി ആ പയ്യന് സോഫയിലേക്ക് ഉറങ്ങി. ഞാൻ മേലേക്ക് പോയിട്ട് ഉറങ്ങിന്. 8 o'clock എത്തണം. 7:45 ആയി. ഉറങ്ങി നോക്കിയിട്ട് പിന്നെ നമ്മൾ പോയി 9:30 മഞ്ജു ചേച്ചിക്ക് പോകണം. കല്യാണിൻ്റെ ഇനോഗ്രേഷൻ ആണ്. ഞാൻ എത്തി 9:25. മഞ്ജു ചേച്ചി ഒന്നും പറഞ്ഞില്ല, കുഴപ്പമില്ല ജാനു ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, എനിക്ക് കുറച്ച് ടച്ചപ്പ് മാത്രം മതി. 5 minutes ഞാൻ മേക്കപ്പ് ഹെയർ എല്ലാം മഞ്ജു ചേച്ചി പോയി, ഒന്നും ചോദിച്ചിട്ടില്ല. പിന്നെ കഴിഞ്ഞിട്ട് എനിക്ക് വിളിച്ച് ജാനു ഉറങ്ങിപ്പോയല്ലേ. ഞാൻ പറഞ്ഞു അതാ എനിക്കറിയാം ഫസ്റ്റ് ടൈം അല്ലേ. ഞാൻ പറഞ്ഞു അതാ മീൻസ് മഞ്ജു ചേച്ചിക്ക് ദേഷ്യം ഒന്നും പറയില്ല. അതാ ആ പോയി ടൈമില്ലേ വേറെ ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ മേ ബി എനിക്ക് കൊല്ലുന്നു. പക്ഷെ മഞ്ജു ചേച്ചി അങ്ങനെ എത്ര കാരണം ഹെലികോപ്റ്റർ വെയിറ്റ് ചെയ്യുന്നത്. ആ ടൈമിൽ മഞ്ജു ചേച്ചി റെഡി ആവില്ലെങ്കിൽ അത് പ്രശ്നം. അതെൻ്റെ പ്രശ്നം എനിക്കറിയും. കാരണം ഞാൻ ഭയങ്കര ടയർഡ് ഉറങ്ങിപ്പോയി. കാരണം മഞ്ജു ചേച്ചി അങ്ങനെയാണ്. ആ ടൈമിൽ ഭയങ്കര ഉറക്കഭ്രാന്തിയാണ്.
ഉറക്കമാണ് ഹോബി. ഉറക്കം ഭയങ്കര ഇഷ്ടമാണ്. ഇത്ര ടൈമിന് അതാണ് ഞാൻ ഇവളും തമ്മിൽ മെയിൻ അടി ഉണ്ടാക്കുന്ന കാര്യം. അതാണ് നമ്മളൊരു സമയം പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവളെ വെയിറ്റ് ചെയ്ത്, ഇപ്പം ചിലപ്പോൾ ചില സ്ഥലത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇനാഗുറേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ടാകും, ചിലപ്പോൾ രണ്ടുപേരും കൂടി ജോയിൻ്റ് ആയിട്ടുള്ള മേക്കപ്പ് ക്ലാസ്സുകളുണ്ടാകും. അവിടെ എല്ലാം പോകുമ്പോൾ എനിക്ക് ഭയങ്കര ടൈം പഞ്ച്വാലിറ്റിയാണ്, ഭയങ്കര പേടിയാണ്. കറക്റ്റ് സമയത്ത് ചെന്നില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ചമ്മലായി, എങ്ങനെ അവരുടെ മുമ്പിൽ പോകും. ഇവൾക്ക് അങ്ങനെയല്ല, ഇവൾ ആ സ്പോട്ടിലായിരിക്കും ഇവൾ റെഡിയാകാൻ തുടങ്ങി. എനിക്ക് അതാ പേടിയില്ല, ഞാൻ എപ്പോഴും എത്തും. പക്ഷെ ഞാൻ കറക്റ്റ് ടൈമിലേക്ക് ആർട്ടിസ്റ്റൊക്കെ റെഡിയാക്കിയിട്ട് എങ്ങനെയെങ്കിലും എത്തിച്ചു കൊടുക്കും, എങ്ങനെയെങ്കിലും ചവിട്ടി കയറ്റിക്കും.